മത്തായി 6:19 ഇങ്ങനെ പറയുന്നു, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ഭൂമിയിൽ നശിച്ചു പോകുന്ന സമ്പത്തിൻ്റെ പിന്നാലെ ഓടരുത് എന്നാണ് യേശു കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ ധനവും പദവികളും താൽക്കാലികമാണ്. അവയെല്ലാം ഏത് കാരണത്താലും എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. വളരെ വിലമതിക്കുന്ന തരത്തിലുള്ള ഏത് വസ്തുവായാലും അത് പുഴുവും തുരുമ്പും കെടുക്കാൻ സാധ്യതയുള്ളതാണെങ്കിൽ അതുകൊണ്ട് പിന്നെ ഒരു പ്രയോജനവുമില്ല. അതുപോലെ ആരും ഒരിക്കലും കവർന്നുകൊണ്ട് പോകുകയില്ലെന്ന് കരുതി എത്ര ബലമേറിയ കാവലേർപ്പെടുത്തിയാലും അവ മോഷ്ടിക്കപ്പെട്ടു പോയാൽ പിന്നെ ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതിനാൽ കർത്താവ് ഈ വചനത്തിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ഒന്നിലും നാം മനസ്സ് വയ്ക്കാൻ പാടില്ല എന്നാണ്. എല്ലാം ഉണ്ടെങ്കിലും മനസമാധാനമില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം എന്തിനാണ്? എല്ലാം ഉണ്ടാക്കി സ്വരൂപിച്ച് കൂട്ടിയിട്ടും അത് അനുഭവിപ്പാൻ ആളില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സ്വരൂപിക്കുന്നത്? ജീവിതത്തിൽ നാളിതുവരെയും ഒരു സന്തോഷമോ സമാധാനമോ ലഭിക്കാതെ ഭാരപ്പെടുന്നവരോട് യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹത്തോടും കരുണയോടും കൂടി ജീവിക്കുവാനും തയ്യാറായാൽ ഇപ്പോൾ മുതൽ നിങ്ങൾ സന്തുഷ്ടരായി മാറുവാൻ പോകുക.